നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാനൂരിൽ ഒഴുക്കിൽപ്പെട്ട രണ്ടാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹവും കണ്ടെത്തി. മരിച്ചത് കക്കോടുവയൽ സ്വദേശി സിനാൻ. കണ്ണൂരിൽ റോഡുകൾ നരകക്കുഴികൾ. അപകടം നിത്യസംഭവം. കുഴികളിൽപ്പെടുന്നതിൽ ഏറെയും അയൽ സംസ്ഥാനത്ത് നിന്നെത്തുന്ന ലോഡ് വണ്ടികൾ. മുഖം തിരിഞ്ഞ് അധികൃതർ. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് കവാടത്തിൽ കരിങ്കൊടി നാട്ടി പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. പാനൂർ ചെറുപറമ്പ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട സിനാന്റെ മൃതദേഹവും കണ്ടെത്തി. അപകടം നടന്നതിന്റെ 500 മീറ്റർ അകലെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സിനാനൊപ്പം ഒഴുക്കിൽപ്പെട്ട മുഹമ്മദ് ഷഫാദ് ഇന്നലെ മരിച്ചിരുന്നു. വ്യാഴാഴ്ചയാണ് 5 സുഹൃത്തുക്കൾ ചേർന്ന് പുഴയിൽ കുളിക്കാനിറങ്ങിയത്. നാട്ടുകാരും ഫയർ യൂണിറ്റും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പാനൂരിൽ ഒഴുക്കിൽപ്പെട്ട രണ്ടാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹവും കണ്ടെത്തി. പാനൂർ ചെറുപറമ്പ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് ഇന്നലെ കാണാതായ +2 വിദ്യാർത്ഥി സിനാന്റെ മൃതദേഹം കണ്ടെത്തി. ഒഴുക്കിൽപ്പെട്ട ചെറുപറമ്പ് ചേലക്കാട്ട് പുഴയുടെ ഭാഗമായ കുപ്പ്യാടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ചെറുപറമ്പ് ഫീനിക്സ് ലൈബ്രറിക്കടുത്ത് താഴോട്ടും താഴെ പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ ഇന്നലെയാണ് ഒഴുക്കിൽപ്പെട്ടത്. കല്ലിക്കണ്ടി NIM കോളേജ് കമ്പ്യൂട്ടർ സയൻസ് ബിരുദ വിദ്യാർത്ഥി മുഹമ്മദ് ഷഫാദാസിന്റെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. ജാതിക്കൂട്ടത്തെ തട്ടാൻറവിടം മൂസ സമീറ ദമ്പതികളുടെ മകനാണ്. കാണാതായ കക്കുട്ടവയലിൽ രയരൂത്ത് മുസ്തഫയുടെ മകൻ സിനാനിനായി ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും ഇന്നലെ കണ്ടെത്താനായില്ല. രാത്രി 11 മണിയോടെ തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു. മഴയും ഇരുട്ടും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. തുടർന്ന് ഇന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകിട്ടാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. 5 സുഹൃത്തുക്കൾ ചേർന്നാണ് ഇവിടെ കുളിക്കാനിറങ്ങിയത്. ഇതിൽ 2 പേർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. സുഹൃത്തുക്കളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും കൊളവലൂർ പോലീസും പാനൂർ ഫയർ യൂണിറ്റും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് ഷഫാദിനെ കണ്ടെത്തിയത്. ഉടൻ പാനൂർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണ്ണൂരിൽ വീണ്ടും ലോറി അപകടത്തിൽപ്പെട്ടു. ഒണ്ടേൻ ഹോട്ടലിന് മുന്നിൽ രൂപപ്പെട്ട കുഴിയിലേക്കാണ് ലോറി താഴ്ന്നു പോയത്. കോർപ്പറേഷൻ ഡ്രൈനേജ് പൈപ്പിനായി എടുത്ത കുഴിയിൽ മണ്ണ് നിറക്കാതെ ടാർ ചെയ്തതാണ് ലോഡ് വണ്ടികൾ അപകടത്തിൽപ്പെടാൻ കാരണം. ലോറികൾ അപകടത്തിൽപ്പെടുന്നത് കണ്ണൂരിൽ ഇപ്പോൾ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ വീണ്ടും ലോറി അപകടത്തിൽപ്പെട്ടു. ഒണ്ടേൻ റോഡിൽ ലോഡുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. ഒണ്ടേൻ ഹോട്ടലിന് എതിർവശത്ത് റോഡിൽ രൂപപ്പെട്ട കുഴിയിലേക്കാണ് ലോറി താഴ്ന്നു പോയത്. മുൻചക്രങ്ങളാണ് റോഡിലെ കുഴിയിൽ വീണത്. കോർപ്പറേഷൻ ഡ്രൈനേജ് പൈപ്പിനായി എടുത്ത കുഴി വേണ്ടത്ര മണ്ണോ മെറ്റലോ നിറക്കാതെ ടാർ ചെയ്തതാണ് അപകടത്തിന് കാരണം. കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ ഭാഗങ്ങളിൽ ലോറികൾ അപകടത്തിൽപ്പെടുന്നത് നിത്യകാഴ്ചയായി മാറുകയാണ്. മുനീശ്വരൻ കോവിൽ, SN പാർക്ക് റോഡ്, താളിക്കാവ്, കവിതാ തിയേറ്ററിന് മുൻവശം, മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിൽ ഭീകരമായ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടങ്ങളിൽ നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. റോഡ് ടാറിങ്ങിലെ അഴിമതി അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമാകും. ശിശുക്ഷേമ സമിതി കണ്ണൂർ ജില്ലാ വാർഷിക ജനറൽ ബോഡി യോഗം ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നടന്നു. കണ്ണൂർ സബ് കളക്ടർ KV ശ്രുതിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു. കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, കുട്ടികൾക്കിടയിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി നടത്തുക, SSLC +2 വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസുകൾ എടുക്കുക തുടങ്ങി നിരവധി തീരുമാനങ്ങളാണ് യോഗത്തിൽ കൈക്കൊണ്ടത്. KM രാസികാരാജ്, NT സുധേന്ദ്രൻ, KV സുമേഷ്, UK ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ജൂൺ 19 ആരംഭിച്ച വായനാ പക്ഷാചരണം IV ദാസ് ജന്മദിനത്തിൽ സമാപിച്ചു. സംസ്ഥാനതല സമാപനം കണ്ണൂർ TK ബാലൻ സ്മാരക ഹാളിൽ ഡോക്ടർ V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ അധ്യക്ഷനായി. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA വായനാ സന്ദേശം നൽകി. ദാസിന്റെ ലോകം വായനയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പ്രൊഫസർ V കാർത്തികേയൻ നായർ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മുഖ്യ അതിഥിയായി. ഗ്രന്ഥലോകം വരിക്കാരുടെ ലിസ്റ്റ് താലൂക്ക് സെക്രട്ടറിമാർ നിന്ന് മനയൻ ചന്ദ്രൻ ഏറ്റുവാങ്ങി. കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ M സുർജിത്ത്, DDE ശശീന്ദ്ര വ്യാസ്, സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഷാജു ജോൺ എന്നിവർ സംസാരിച്ചു. മനയത്ത് ചന്ദ്രൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി PK വിജയൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി ഒരിടവേള. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാനൂരിൽ ഒഴുക്കിൽപ്പെട്ട രണ്ടാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹവും കണ്ടെത്തി. മരിച്ചത് കക്കോടുവയൽ സ്വദേശി സിനാൻ.
കണ്ണൂരിൽ റോഡുകൾ നരകക്കുഴികൾ, അപകടം നിത്യസംഭവം. കുഴികളിൽ പെടുന്നതിൽ ഏറെയും അയൽ സംസ്ഥാനത്ത് നിന്നെത്തുന്ന ലോഡ് വണ്ടികൾ. മുഖം തിരിഞ്ഞ് അധികൃതർ. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് കവാടത്തിൽ കരിങ്കൊടി നാട്ടി പ്രതിഷേധിച്ചു. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wainard Village Resort. Touch your inner soul. Be at ease with yourself. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മാർച്ചിൽ നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധിയെ BJP നിരന്തരമായി വേട്ടയാടുന്നു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. രാഹുൽ ഗാന്ധിക്ക് നേരെയുള്ള BJP സർക്കാരിന്റെ വേട്ടയാടലിനെതിരെയാണ് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് കവാടത്തിൽ കരിങ്കൊടി നാട്ടി പ്രതിഷേധിച്ചു. DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി. എങ്ങോട്ട് ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് ശരിയല്ല, ഇത് നീതി നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ രാജ്യത്ത് നീതി നടപ്പിലാക്കുന്നതോടം വരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇതൊരു സൂചനാ സമരമാണ്. സമരം ശക്തമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും എന്ന് മാത്രം പറയുന്നു. നിർത്തുന്നു. നേതാക്കളായ KC മുഹമ്മദ് ഫൈസൽ, K പ്രമോദ്, രാജീവൻ എളയാവൂർ, അമൃത രാമകൃഷ്ണൻ, റിജിൽ മാക്കുറ്റി, സുരേഷ് ബാബു എളയാവൂർ, അഡ്വക്കേറ്റ് റഷീദ് കവായി, MP വേലായുധൻ, P മുഹമ്മദ് ഷമ്മാസ്, കൂക്കിരി രാജേഷ്, TK അജിത്ത്,
കായക്കൽ രാഹുൽ, ലക്ഷ്മണൻ തുണ്ടിക്കോത്ത്, സുധീഷ് മുണ്ടേരി, വസന്ത് പള്ളിയാമൂല, വരുൺ MK തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണൂർ താലൂക്കിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഇവയിൽ 179 പേരെ താമസിപ്പിച്ചിട്ടുണ്ട്. അഴീക്കോട് മണ്ഡലത്തിൽ പാലോട്ട് വയൽ RKUP സ്കൂൾ, അഴീക്കോട് ഓലാടത്താഴെ ഹിദായത്തുൽ ഹയർ സെക്കൻഡറി മദ്രസ, ചിറക്കൽ രാജാസ് UP എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. കണ്ണൂർ താലൂക്കിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഇവയിൽ 179 പേരുണ്ട്. കനത്ത മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അഴീക്കോട് മണ്ഡലത്തിൽ 3ഇടത്തും തലശ്ശേരി മണ്ഡലത്തിൽ 1ഇടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി. അഴീക്കോട് പാലോട്ട് വയൽ RKUP സ്കൂൾ, അഴീക്കോട് ഓലാടത്താഴെ ഹിദായത്തുൽ സുബിയാൽ ഹയർ സെക്കൻഡറി മദ്രസ, ചിറക്കൽ രാജാസ് UP സ്കൂൾ, തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ. തലശ്ശേരി താലൂക്കിൽ തിരുവങ്ങാട്, കോടിയേരി വില്ലേജുകളിൽ വെള്ളം കയറിയ പ്രദേശത്തെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനാണ് മുബാറക് സ്കൂളിൽ ക്യാമ്പ് തുടങ്ങിയത്. ഒരു കുടുംബത്തിലെ 3 പേരാണ് ഇവിടെയുള്ളത്. മഴ കനത്ത സാഹചര്യത്തിൽ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അധികാരം പഞ്ചായത്തുകൾ വിനിയോഗിക്കണമെന്ന് ജില്ലാ കലക്ടർ S. ചന്ദ്രശേഖർ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് ചെയർമാനായ കലക്ടർ ഇക്കാര്യം പറഞ്ഞത്. വെള്ളക്കെട്ട് ഇല്ലാതാക്കാനുള്ള പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കാനും കലക്ടർ നിർദ്ദേശിച്ചു. വിവിധ വകുപ്പുകളും അവയ്ക്ക് കീഴിലെ അപകടകരമായ മരം മുറിക്കാൻ നടപടി സ്വീകരിക്കണം. മഴക്കെടുതി മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ടുകൾ വേഗത്തിൽ സമർപ്പിക്കാൻ തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകി. ദേശീയപാതയിൽ സർവീസ് റോഡുകൾ തകർന്നടിഞ്ഞ് താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്തിവരുന്നതായി നിർമ്മാണ കമ്പനികൾ അറിയിച്ചു. ദേശീയപാതയിലെ വെള്ളക്കെട്ട് ഇല്ലാതാക്കാനുള്ള പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ കലക്ടർ നിർദ്ദേശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ കുടിവെള്ളം പരിശോധിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ഓവുചാലുകൾ വൃത്തിയാക്കിയെന്ന് ഉറപ്പാക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പറഞ്ഞു. ADM KK ദിവാകരൻ, വിവിധ ജനപ്രതിനിധികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ, തഹസിൽദാർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ ഓട്ടോ പാർക്കിംഗ് നമ്പർ പുനഃപരിശോധിക്കുന്നു. ജൂലൈ 10 മുതൽ ഓഗസ്റ്റ് 17 വരെ തോട്ടട SN കോളേജ് ഗ്രൗണ്ടിലാണ് പരിശോധന നടക്കുക. രാവിലെ 11 മുതൽ 12 വരെ വാഹനങ്ങളും രേഖകളും പരിശോധനയ്ക്ക് ഹാജരാക്കണം എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കോർപ്പറേഷൻ പരിധിയിൽ പാർക്കിംഗ് നമ്പർ അനുവദിച്ച ഓട്ടോറിക്ഷകളുടെ ഉടമസ്ഥർ വാഹനങ്ങൾ ഹാജരാക്കേണ്ടതാണ്. പാർക്കിംഗ് നമ്പർ 2701 മുകളിൽ കണ്ണൂർ ടൗൺ പാർക്കിംഗ് പ്ലേസ് പെർമിറ്റിൽ എഴുതി കിട്ടിയവർക്ക് മാത്രം 25, 27 തീയതികളിൽ വാഹനം സഹിതം ഹാജരാകണം. തീയതി പാർക്കിംഗ് നമ്പർ എന്ന ക്രമത്തിൽ ജൂലൈ 10-ന് 1 മുതൽ 300 വരെ, 11-ന് 301 മുതൽ 600 വരെ, 13-ന് 601 മുതൽ 900 വരെ, 14-ന് 901 മുതൽ 1200 വരെ, 18-ന് 1201 മുതൽ 1500 വരെ, 20-ന് 1501 മുതൽ 1800 വരെ, 21-ന് 1801 മുതൽ 2100 വരെ, 24-ന് 2101 മുതൽ 2400 വരെ, 25-ന് 2401 മുതൽ 2700 വരെ, 27-ന് 2701 മുതൽ 3500 വരെ, 31-ന് 3501 മുകളിൽ പാർക്കിംഗ് നമ്പറുള്ള വാഹനങ്ങൾ ആഗസ്റ്റ് 1-ന് 2701 മുതൽ 2900 വരെ, 3 2901 മുതൽ 3100 വരെ, 4 3101 മുതൽ 3300 വരെ, 7-ന് 3301 മുതൽ 3500 വരെ, 8-ന് 3501 മുതൽ 3700 വരെ, 10-ന് 3701 മുതൽ 3900 വരെ, 11-ന് 3901 മുതൽ 4100 വരെ, 14-ന് 4101 മുതൽ 4300 വരെ, 17-ന് 4301 മുതൽ പാർക്കിംഗ് നമ്പറുള്ള വാഹനങ്ങൾ ഹാജരാക്കണം. കണ്ണൂർ ടൗൺ പാർക്കിംഗ് ഉള്ള വണ്ടികൾ മാത്രം മുൻഭാഗത്ത് ഗ്ലാസ് ഫ്രെയിം മുതൽ താഴോട്ട് 40 സെന്റിമീറ്റർ മഞ്ഞ നിറം അടിച്ചിരിക്കണം. കൂടാതെ കോർപ്പറേഷൻ എംബ്ലം വരച്ച് പാർക്കിംഗ് നമ്പർ രേഖപ്പെടുത്തണം. പഴശ്ശി ജലസംഭരണിയുടെ ഷട്ടറുകൾ തുറന്നു. കനത്ത മഴയെ തുടർന്ന് 16 ഷട്ടറുകളിൽ 2 ഷട്ടറുകൾ പൂർണ്ണമായും ബാക്കിയുള്ളവ 35 സെന്റിമീറ്റർ വീതവുമാണ് തുറന്നത്. ജില്ലയിൽ ഇന്നും കനത്ത മഴ തുടരുകയാണ്. പഴശ്ശി ജലസംഭരണിയുടെ 16 ഷട്ടറുകളും തുറന്നു. 2 ഷട്ടറുകൾ പൂർണ്ണമായും ബാക്കിയുള്ളവ 35 സെന്റിമീറ്റർ വീതവും തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതോടെ കണ്ണൂർ പാമ്പുരുത്തി ദ്വീപിൽ കരയിടുകയും വിണ്ടുകീറുകയും ഒരു വീടിന് അപകട ഭീഷണി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പാമ്പുരുത്തി പാലത്തിന്റെ ഇരുവശത്തുമായാണ് ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി പുലർച്ചെ കരയിടിഞ്ഞത്. മേലെപ്പാത്ത് ഖദീജയുടെ വീടാണ് കരയിടിഞ്ഞ് അപകട ഭീഷണിയിലായത്. കൂടാതെ ശാദൂലി പള്ളിക്ക് സമീപം മതിലിടിഞ്ഞ് വീടിന് കേടുപാടുണ്ടായി. ആർക്കും ആളപായമില്ല. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ.
സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5415, പവന് 43,320 രൂപ, വെള്ളി 76 രൂപ. അറിയിപ്പ്. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം HDSന് കീഴിൽ ലാബ് ടെക്നീഷ്യൻ ഒഴിവിലേക്ക് 6 മാസത്തേക്ക് ട്രെയിനികളെ നിയമിക്കുന്നു. 5 ഒഴിവുകളാണുള്ളത്. ട്രെയിനിങ് കാലയളവിൽ 5000 രൂപ സ്റ്റൈപ്പൻഡ് നൽകും. വിദ്യാഭ്യാസ യോഗ്യത DMLT, പ്രായപരിധി 18 - 35 ഇടയിൽ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ 11 രാവിലെ 11:30 IMCH സൂപ്രണ്ട് ഓഫീസിൽ ഇന്റർവ്യൂവിന് നേരിട്ട് ഹാജരാകേണ്ടതാണ്. നഴ്സിംഗ് അസിസ്റ്റന്റ് ഒഴിവ് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ നഴ്സിംഗ് അസിസ്റ്റന്റിനെ 179 ദിവസത്തേക്ക് താൽക്കാലികമായി നിയമിക്കുന്നു. യോഗ്യത SSLC പാസ്. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ASAP പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നടത്തുന്ന കോഴ്സ്. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് കേന്ദ്ര സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പിന് കീഴിലെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടത്തുന്ന കോഴ്സ്. സംസ്ഥാന സർക്കാർ അംഗീകൃത നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ്. പ്രായം 18 - 36 ഇടയിൽ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ 6 രാവിലെ 11 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മെഡിക്കൽ കോളേജ് ആശുപത്രി MCH സെമിനാർ ഹാളിൽ എത്തിച്ചേരേണ്ടതാണ്. വാക്കിൻ ഇന്റർവ്യൂ പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ലൈബ്രറിയൻ ഗ്രേഡ് 4 എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമന അപേക്ഷ ക്ഷണിച്ചു. ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ MCA ഫസ്റ്റ് ക്ലാസും ലൈബ്രറിയൻ തസ്തികയിൽ ലൈബ്രറി സയൻസ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഡിഗ്രിയുമാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ ജൂലൈ 4 രാവിലെ 10 മണിക്ക് ബയോഡാറ്റയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം കോളേജിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0486 297 617, 8547005084, 9744157188 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക. കാൽട്രോണിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ PG പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് കോഴ്സുകൾ പഠിക്കാൻ അവസരം. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫീസ് ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8136802304 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാനൂരിൽ ഒഴുക്കിൽപ്പെട്ട 2ാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹവും കണ്ടെത്തി. മരിച്ചത് കക്കോട് വയൽ സ്വദേശി സിനാൻ. കണ്ണൂരിൽ റോഡുകൾ നരകക്കുഴികൾ. അപകടം നിത്യസംഭവം. കുഴികളിൽപ്പെടുന്നതിൽ ഏറെയും അയൽ സംസ്ഥാനത്ത് നിന്നെത്തുന്ന ലോഡ് വണ്ടികൾ. മുഖം തിരിഞ്ഞ് അധികൃതർ. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് കവാടത്തിൽ കരിങ്കൊടി നാട്ടി പ്രതിഷേധിച്ചു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.